ജീവിതത്തിലെ പല സിറ്റുവേഷനിലും പല രീതിയിലെങ്കിലും മരിക്കണമെന്ന് വിചാരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആഗ്രഹിച്ചിട്ടുള്ള ഒരുപാട് വ്യക്തികൾ ഉള്ള ഒരു ലോകത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഇവിടെ ഈ ഭൂമിയിൽ തന്നെ മനുഷ്യന്മാർ പല തരത്തിലും മരിക്കാറുണ്ട്. പല പല ആക്സിഡന്റുകളിലൂടെ, ആത്മഹത്യകളിലൂടെ അല്ലെങ്കിൽ കൊലപാതകം അങ്ങനെ പല തരത്തിൽ മരിക്കുന്നുണ്ട്. ഭൂമിയിലെ പോലെ തന്നെയായിരിക്കുമോ നമ്മുടെ സൗരയൂഥത്തിലെ മറ്റ് ഗ്രഹങ്ങളിലും ഒരു മനുഷ്യൻ മരിക്കുക അല്ലെങ്കിൽ ഒരു ജീവി മരിക്കുന്നത്? എങ്ങനെയായിരിക്കും ഭൂമി അല്ലാത്ത മറ്റൊരു ഗ്രഹത്തിൽ ആളുകൾ മരിക്കുന്നത്? ഈ ബഹിരാകാശം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നമ്മളെ ഭയപ്പെടുത്തുന്ന ഒന്നാണ്. ഒരു ബഹിരാകാശ ശൂന്യതയിൽ ഒരു മനുഷ്യന് 10 മുതൽ 15 സെക്കൻഡുകൾ വരെ ജീവനെ പിടിച്ച് നിൽക്കാൻ സാധിക്കും. BBC സയൻസ് ഫോക്കസ് മാഗസിൻ പ്രകാരം 3 മിനിറ്റിനുള്ളിൽ മസ്തിഷ്ക മരണം സംഭവിച്ചിരിക്കും. എന്നാൽ ഈ ബഹിരാകാശമൊക്കെ കടന്നിട്ട് നമ്മൾ സൗരയൂഥത്തിലെ ഗ്രഹങ്ങളിലാണ് ചെന്ന് മരിക്കുന്നതെങ്കിൽ അത് ഓരോ ഗ്രഹത്തിലും വ്യത്യാസപ്പെട്ടിരിക്കും. ഓരോ ഗ്രഹങ്ങളും ഓരോ രീതിയിലായിരിക്കും ഒരു മനുഷ്യനെ കൊല്ലുന്നത്. ഒരു സ്പേസ് സ്യൂട്ട് പോലും ഒരു തരത്തിലും ഒരുപക്ഷെ ഒരു മനുഷ്യനെ സഹായിച്ചേക്കില്ല. സൂര്യന്റെ കാര്യം വരുമ്പോൾ അപ്പോൾ തന്നെ ബാഷ്പീകരണം നടന്ന് ഉറപ്പായിട്ടും നമ്മൾ മരിച്ചിരിക്കും. ബുധനിൽ ചിലപ്പോൾ അമിതമായ ചൂടിൽ നിന്നോ അല്ലെങ്കിൽ കുറഞ്ഞ ചൂടിൽ നിന്നോ ഉണ്ടാകുന്ന അപകടം മൂലം മരിക്കാൻ സാധിക്കും. ചൂടുള്ള ഭാഗത്താണ് മരിക്കുന്നതെങ്കിൽ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ചുട്ടുകൊല്ലപ്പെടും. ചൂടുള്ള വശം ശരീരത്തിലെ ജലത്തെ മുഴുവൻ വലിച്ചെടുത്ത് അല്ലെങ്കിൽ ബാഷ്പീകരിച്ച് നിർജ്ജലീകരണം വന്ന് അവസാനം കത്തിക്കരിഞ്ഞ് ചാവും. നമ്മൾ മനുഷ്യർക്ക് ശ്വസിക്കുവാൻ ഓക്സിജൻ അത്യാവശ്യമാണ്. ഭൂമിയിൽ 20% ഓക്സിജൻ ഉണ്ട് താനും. നമ്മൾ ശ്വസിക്കുന്ന വാതകത്തിൽ ഓക്സിജൻ ഇല്ല എന്നുണ്ടെങ്കിൽ 7 മിനിറ്റിനുള്ളിൽ ഓക്സിജന്റെ അഭാവം മൂലം ശ്വാസം മുട്ടൽ വന്ന് മരിക്കുവാൻ ചാൻസ് ഉണ്ട്. ശുക്രന്റെ താപനില എന്ന് പറയുന്നത് 867 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്, അതായത് 452 ഡിഗ്രി സെൽഷ്യസ്. എന്നാൽ ഇതിന് സൾഫ്യൂരിക് ആസിഡുകൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു അന്തരീക്ഷവുമുണ്ട്. അതിനാൽ തന്നെ അവിടെയുള്ള ഒരു മനുഷ്യൻ കടുത്ത ചൂടിൽ മരിക്കാൻ തുടങ്ങും. ഇത് വേഗത്തിലുള്ള ഒരു മരണമായിരിക്കും, ഒരുപക്ഷെ അതിഭയാനകവുമായിരിക്കും. ചൊവ്വയിൽ അത്ര ഭാഗ്യമൊന്നും ഉണ്ടാവില്ല. ഭൂമിയോട് ഏകദേശം അടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ഏകദേശം സാമ്യമുള്ള ഒരു ഗ്രഹമാണ് ചൊവ്വ. പക്ഷേ അതിന് അന്തരീക്ഷം ഇല്ലാത്തതും ഏറെ തണുപ്പുള്ളതുമാണ്. നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു മനുഷ്യന് അവിടെ എത്ര നേരം ശ്വാസം അടക്കിപ്പിടിച്ച് നിൽക്കാൻ പറ്റുമോ അത്ര നേരം മാത്രമേ ചൊവ്വ ഗ്രഹത്തിൽ ജീവനോടെ ഇരിക്കുവാൻ സാധിക്കുകയുള്ളൂ. ചൊവ്വ എന്ന് പറയുന്നത് വളരെ തണുപ്പാണ്, അതുപോലെ തന്നെ വായുവും വളരെ നേർത്തതാണ്. ഇനി വ്യാഴത്തിലാണ് മരണമെങ്കിൽ തിരിച്ചറിയാൻ പോലും കഴിയാത്ത വേഗത്തിലുള്ള ഒരു മരണമായിരിക്കും ഒരു മനുഷ്യന് സംഭവിക്കുക. ഒന്നാമതായി വ്യാഴത്തിൽ ഉറച്ച ഒരു നിലമില്ല. ഒരു വ്യക്തി അതിൻ്റെ മർദ്ദത്താൽ തകർക്കുന്നതുവരെ അതിൻ്റെ മേഘങ്ങളിലൂടെ വീണുകൊണ്ടേയിരിക്കും. ശനി, നെപ്റ്റ്യൂൺ, യുറാനസ് എന്നീ ഗ്രഹങ്ങളിൽ സമാനമായിട്ടുള്ള പെട്ടെന്നുള്ള ഒരു മരണമായിരിക്കും ഒരു മനുഷ്യന് കിട്ടുക. ഒന്നാമതായി ഈ വാതക ഭീമൻ ഗ്രഹങ്ങൾക്ക് ഒരു അടിത്തറ അല്ലെങ്കിൽ ഒരു ശക്തമായിട്ടുള്ള അല്ലെങ്കിൽ ദൃഢമായിട്ടുള്ള ഒരു അടിത്തറ ഇല്ല എന്നുള്ളതാണ്. അതിനാൽ അവയുടെ തീവ്രമായ സമ്മർദ്ദത്തിൽ ഞെരുങ്ങി മരണപ്പെടുന്നത് വരെ ഇവയുടെ മേഘങ്ങളിലൂടെ താഴേക്ക് പൊക്കൊണ്ടേയിരിക്കും.